നമസ്തേ. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിക്കുന്ന കുട്ടികൾക്ക് പരിചയമുള്ളൊരു ടെക്സ്റ്റാണ് സരൾ ഏകാംഗി. 4th സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റാണ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കുട്ടികളുടെ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 4 നാടകം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ജാൻസെ പ്യാരെ എന്ന് പറയുന്ന മമതാ കാലിയയുടെ ഒരു നാടകം, അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നാടകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ, എന്താണ് റൈറ്ററിനെ പറ്റി, മമതാ കാലിയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റൈറ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു, മമതാ കാലിയ, അതാണ് റൈറ്ററിൻ്റെ പേര്. മമതാ കാലിയ का जन्म 2 नवंबर 1940 को വൃന്ദാവൻ में हुआ. മമതാ കാലിയ ജനിച്ചത് 1940 നവംബർ 2 എവിടെയാണ്? വൃന്ദാവനത്തിലാണ്. വൃന്ദാവനം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ആര്? ഭഗവാൻ കൃഷ്ണൻ്റെ സ്ഥലമാണ്. आपकी शिक्षा दिल्ली, मुंबई, पुणे, नागपुर और इंदौर शहरों में हुई. അപ്പോൾ आपकी शिक्षा എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ എവിടെയൊക്കെ ആയിരുന്നു മമതാ കാലിയയുടെ? ഡൽഹി, മുംബൈ, പൂനെ, നാഗ്പൂർ, ഇൻഡോർ ഇവിടങ്ങളിലൊക്കെ ആയിരുന്നു विद्याभ्यास നടത്തിയത്. आप कहानी, नाटक, उपन्यास, निबंध, कविता और पत्रकारिता अर्थात साहित्य की लगभग सभी विधाओं में हस्तक्षेप रखते हैं. അപ്പോൾ ഏകദേശം സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു റൈറ്ററാണ്. അല്ലെങ്കിൽ അതിലെല്ലാത്തിലും എന്തൊക്കെയാണ്? കഹാനി, കഥ, നാടക്, ഡ്രാമ, ഉപന്യാസ്, നോവൽസ്, നിബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഖനങ്ങൾ. മലയാളത്തിലാണെങ്കിൽ ഉപന്യാസം എന്ന് പറയും. പിന്നെ കവിത, പോയട്രി, പത്രകാരിത, ഇതിലെല്ലാത്തിലും എന്താണ്? എല്ലാ വിഭാഗങ്ങളിലും കൃതികൾ എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ് മമതാ കാലിയ. हिंदी कथा साहित्य के परिदृश्य पर आपकी उपस्थिति 7वें दशक से निरंतर बनी हुई है. आप महात्मा गांधी अंतर्राष्ट्रीय हिंदी विश्वविद्यालय की त्रैमासिक पत्रिका ഹിന്ദിക്ക് സമ്പാദക് ഭി രഹി ഹെ. ഒരു മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, എന്താണ്? മഹാത്മാഗാന്ധി ഇൻ്റർനാഷണൽ ഹിന്ദി യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്വാർട്ടർലി മാഗസീൻ ഉണ്ട്. അതിൻ്റെ പേര് ഹിന്ദി എന്ന് തന്നെയാണ്. ആ മാഗസീൻ്റെ സമ്പാദകമായിരുന്നു ആര്? മമതാ കാലിയ. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പ്രധാനമായിട്ടും കഹാനി, ഏകാംഗി, പിന്നെ നോവൽസ്, കവിതയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ബേക്കർ ആപ്ക പെഹല ഉപന്യാസി, ഒരു നോവലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും എന്താണ്? അവരുടെ ആദ്യത്തെ നോവൽ, അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യനും കൂടിയാണ്. പെഹല ഉപന്യാസ് കോൺസാഹി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? ബേക്കർ. പ്രധാനപ്പെട്ട ഒരു പേരാണ് ബേക്കർ. ആപ്ക പെഹല ഉപന്യാസി, ആദ്യത്തെ നോവൽ. ആപ്കി അന്യ പ്രകാശിത പുസ്തകങ്ങൾ, പിന്നെ പബ്ലിഷ് ചെയ്ത പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? നരക് ദർ നരക്, ദുഃഖം സുഖം, സപ്നോങ്കി ഹോം ഡെലിവറി, ഇതെല്ലാം എന്താണ്? നോവൽസ് തന്നെയാണ്, നോവൽസ് ആണ്. പിന്നെ ചുട്കാര, ഉസ്കാ യൗവൻ, മുഖൌട്ട, ജാഞ്ച് ഹമാരി ജാരി ഹെ, സീറ്റ് നമ്പർ 6, നിർമോഹി, പ്രതിദിൻ, ധോഡാസ, പ്രഗതിശീലി, ഇതെല്ലാം എന്താണ്? കഹാനി സംഗ്രഹ, സ്റ്റോറി കളക്ഷൻസ് ആണ്. ഖാണ്ടി, കരേലു ഔറത്ത്, കിത്നെ പ്രശ്ന കരോ, 50 കവിതായ, ഇത് കവിതാ സംഗ്രഹം, പോയിട്രി കളക്ഷൻസ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏകാംഗിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രധാനമായിട്ടും ഏകാംഗി സംഗ്രഹിൻ്റെ പേരൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളണം. ഏകാംഗി സംഗ്രഹ നാടകം, ഏകാംഗി നാടകങ്ങൾ എന്താണ്? അതിൻ്റെ ഒരു കളക്ഷനും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഓർ ആപ്നെ ബദലെങ്കെ, ഇത് പ്രധാനപ്പെട്ടതാണ്. 2 ഖണ്ഡോമേം അബ് തക് കി സമ്പൂർണ്ണ കഹാനിയം മമതാ കാലിയയ്ക്ക് കഹാനിയം ശീർഷകസെ പ്രകാശിത ഹുയി ഹെ. മമതാ കാലിയുടെ കുറേ കഥകളുണ്ട്. ആ കഥകൾ എന്താണ്? മമതാ കാലിയയ്ക്ക് കഹാനിയം എന്നുള്ള പേരിൽ തന്നെ 2 ഖണ്ഡോമേം 2 പാർട്ടായിട്ട് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് കുറേ പുരസ്കാരങ്ങൾ, അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിലെന്താണ്? വ്യാസ സമ്മാനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കുറേ അവാർഡുകളും കിട്ടിയിട്ടുള്ളൊരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു റൈറ്ററാണ് നമ്മുടെ മമതാ കാലിയ. ഇനി നമ്മുടെ റൈറ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പാഠത്തിലേക്ക് പോകാം. പ്രധാനമായിട്ടും എന്താണ്? ഹിന്ദി റൈറ്റർ ആണെങ്കിലും എന്താണ്? ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രാവീണ്യം നേടിയിട്ടുള്ളൊരു റൈറ്ററാണ്. മമതാ കാലിയ ഹിന്ദി തഥാ അംഗ്രേസി में समान रूप से दक्षता प्राप्त ലേഖികയാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒരുപോലെ പ്രാവീണ്യം നേടിയ ഒരു ലേഖികയാണ്. നമ്മൾ പിന്നെ പറഞ്ഞു, ഉൻകാ സംബന്ധ്, കവിത, ഉപന്യാസ്, കഹാനി, നിബന്ധ, പത്രകാരിത, ഏകാംഗി, സബി സെഹെ, ഈ എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും എന്താണ്? കൃതികളിൽ രചിച്ചിട്ടുള്ള ഒരു റൈറ്ററാണ്.
പിന്നെ ഇപ്പം നമുക്കിവിടെ ഒരു ഏകാംഗിയാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏകാംഗിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, ഉൻകെ ഏകാംഗി ആകാശവാണി ഏവം ദൂരദർശൻ കെ മാധ്യം സെ പ്രസ്തുത ഹോക്കർ പ്രശംസ പാ ചുക്കെ ഹെ. അവരുടെ ഏകാംഗ നാടകങ്ങൾ ആകാശവാണിയിലും ദൂരദർശനിലും അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശംസയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ലേഖൻ സംസ്കാർ മമതാക്കോ പിതാസെ മില. ഒരു എഴുതുന്ന ഒരു കഴിവ് ആരിൽ നിന്നാണ്, അച്ഛനിൽ നിന്നാണ് അവർക്ക് കിട്ടിയത്. പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് രവീന്ദ്ര കാലിയ, അദ്ദേഹവും ഒരു സാഹിത്യകാരനാണ്. ഹസ്ബൻഡിൻ്റെ പേര് രവീന്ദ്ര കാലിയ, പതി കാ നാം രവീന്ദ്ര കാലിയ ഹെ. ഇനി പ്രധാനമായിട്ടും മമത കാലിയ നോവൽസിലും കഥകളിലും എടുക്കുന്ന വിഷയം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് എന്താണ്, स्त्री पुरुष संबंधों को साहित्यिक विषय बनाने वाली ममता ने नारी की आंतरिक पीड़ा को मार्मिक अभिव्यंजना देने का സഫൽ പ്രയാസ് കിയാ ഹെ. അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്താണ് സാഹിത്യത്തിൻ്റെ വിഷയമാക്കുന്ന ഒരു റൈറ്ററാണ്. അത് തന്നെ എന്താണ് വളരെ ഭംഗിയായിട്ട് സ്ത്രീകളുടെ വിഷമങ്ങൾ അത് വളരെ മർമ്മസ്പർശിയായിട്ട് എന്താണ് അവരുടെ കൃതികളിൽ അവർ നമുക്ക് വരച്ച് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഉപയോഗിച്ച ഭാഷയും ശൈലിയും ഒക്കെ എന്താണ് വളരെ സ്വാഭാവികമാണ്, വളരെ ലാളിത്യമുള്ള ഭാഷയാണ്. അതുകൊണ്ട് തന്നെ വായനക്കാരിലേക്ക് പെട്ടെന്ന് മമത കാലിയ എന്നൊരു റൈറ്റർ എന്താണ് വളരെ പെട്ടെന്ന് എന്താണ് ആൾക്കാർക്ക് അവരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ എന്താണ് വളരെ കൂടുതൽ ഭാവങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാനും എന്താണ് മമത കാലിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിന്ന് പഠിക്കാനുള്ളത് ജാൻസി പ്യാരെ അല്ലെങ്കിൽ എന്താണ് ജീവനേക്കാൾ പ്രിയപ്പെട്ടവ എന്ന് എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. അപ്പോൾ അത് എന്താണ് നമ്മൾ പറഞ്ഞു, ലൈഫിലെ റിലേഷൻഷിപ്പാണ് അവരുടെ നോവൽസിലും സ്റ്റോറീസിലും ഒക്കെ ഒരുപാട് വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എല്ലാവരോടും പറയും എന്താണ് എനിക്ക് ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് എന്ന് പറയും. പക്ഷെ ആ പറയുമ്പോൾ തന്നെ എന്താണ് അതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ അത് പൊള്ളത്തരമാണ് ആ പറയുന്നത്. ഭയങ്കര കൃത്രിമത്വം നിറഞ്ഞ വാക്കുകളാണ്. ഇന്നത്തെ മനുഷ്യബന്ധത്തിൽ അങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ കൃത്രിമത്വം എന്താണ് ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ സുഹൃത്ത് ബന്ധമായാലും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ആയാലും എല്ലാത്തിലും എന്താണ് ആ ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ എന്താണ് അതിനൊരു കൃത്രിമത്വമാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് എന്താണ് ലൈഫിൽ ആ ഒരു ഇങ്ങനെ പൊള്ളയ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതെങ്ങോട്ടാണ് എത്തുന്നത് എന്നാണ് നമുക്ക് ജാൻസി പ്യാരെ എന്ന് പറയുന്ന ഈ ഒരു ഏകാംഗ നാടകത്തിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിന്ന് നാടകത്തിൻ്റെ കുറച്ച് പോർഷൻസിലേക്കൂടെ ഒന്നിന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ജാൻസെ പ്യാരെ, നാടകത്തിൻ്റെ പേര് ജാൻസെ പ്യാരെ. പാത്ര ഏകാംഗി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏക അംഗവാല നാടകം, ഒരു അങ്ക് അത്രയേ ഉള്ളൂ. ചെറിയ നാടകങ്ങളാണ്, വളരെ സ്വീറ്റാണ്, വളരെ ഷോർട്ടാണ്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു അത് നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാനോ അല്ലെങ്കിൽ കണ്ടു തീർക്കാനോ ഒക്കെ പറ്റുന്ന നാടകങ്ങളാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോക്ടർ കൗശിക്, അവിനാശ്, ഇവർ രണ്ടുപേരും എന്താണ് ലാബിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സയൻറ്റിസ്റ്റാണ്. ഇവർ നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ എന്താണ് ഇവരൊരു ലാബിൽ നിൽക്കുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ്. ഇവരെയാണ് നമ്മൾ നാടകത്തിലെ ഫസ്റ്റ് രംഗമഞ്ച് അല്ലെങ്കിൽ സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത്. ഡോക്ടർ കൗശിക്, അവിനാശ്. പിന്നെയുള്ളത് പെഹ്ലാ ബേട്ട, ദൂസരാ ബേട്ട, ഏക് ബഹു, ദൂസരി ബഹു, ഛോട്ടു, കിഷൻ, നവയുവക്, നവയുവതി, ഗിരിജ. ഇത് ഇത്രയാണ് നമ്മൾ നാടകത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇനി നമ്മൾ നാടകം എന്ന് പറഞ്ഞാൽ എന്താണ്, രംഗമഞ്ച് അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സാഹിത്യ രൂപമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാടകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാടകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട എന്താണ്, ഒരു സ്റ്റേജാണ്. സ്റ്റേജിന് പറയുന്ന പേരെന്താണ്, രംഗമഞ്ച്. അപ്പോൾ ഇതിലുള്ളൊരു രംഗമഞ്ച് എന്ത് ആണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്താണ് ആ കോൺവെർസേഷൻസിലോട്ട് പോവാൻ. അപ്പോൾ जिस समय मंच पर प्रकाश होता है, नौजवान वैज्ञानिक डॉक्टर कौशिक अपनी प्रयोगशाला में परीक्षण कर रहे हैं. उनके आसपास माइक्रोस्कोप, परखनली, बीकर और जार नजर आ रहे हैं. उनका सहयोगी अविनाश भी उसके साथ लगा हुआ है. एकाएक डॉक्टर कौशिक के चेहरे पर खुशी और उत्तेजना आते हैं. അപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റേജ് എന്താണെന്നൊരു നമുക്കൊരു ഐഡിയ വേണം. എന്താണ്, ഒരു പ്രയോഗശാലാമേ പരീക്ഷൺ കർ രഹേ, ഒരു ലാബിൽ
എക്സ്പെരിമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന 2 ഡോക്ടേഴ്സ് അവരെയാണ് നമ്മൾ എന്താണ് ആ ഡോക്ടറിനെയാണ് നമ്മൾ ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിനെയാണ് നമ്മളിതിൽ കാണുന്നത്. അദ്ദേഹം ആരാണ്? ഏക്ക് നൗജവാൻ വൈജ്ഞാനിക, ഒരു യുവാവായ ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കൗശിക്. അദ്ദേഹത്തിനെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ട്? മൈക്രോസ്കോപ്പ് ഉണ്ട്, ലെൻസ് ഉണ്ട്, ബീക്കറുണ്ട്, ജാറുണ്ട്. അപ്പോൾ ലാബിലിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടൊക്കെ ഇരിപ്പുണ്ട്. ഉൻക സഹയോഗി അവിനാശ് ബി ഉസ്കെ സാത്ത് ലഗാ ഹുവ ഹൈ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ആരാണ്? സയൻറ്റിസ്റ്റ് തന്നെയാണ് അവിനാശ്. അദ്ദേഹം എന്താണ് ലാബിലുണ്ട്. ഏക് ഡോക്ടർ കൗശിക് കെ ചെഹരെ പർ ഖുഷി ഓർ ഉത്തേജന ആതി ഹൈ. പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ കൗശികിൻ്റെ മുഖത്ത് വളരെ സന്തോഷവും വളരെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അദ്ദേഹം എന്താണ് ആ കോൺവെർസേഷനിൽ വിളിച്ച് പറയുന്നത്? ഡോക്ടർ കൗശിക്, യുറേക്ക मैंने ढूंढ लिया तुमने देखा अविनाश कैसे वह मरा हुआ कॉकरोच उस खोल को डालने से अभी अभी जिंदा होकर चल दिया. അപ്പോൾ കൗശിക് പറയുന്നത് എന്താണ്? യുറേക്ക മേനെ ढूंढ लिया, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? തുമ്നെ ദേഖ അവിനാശ് കേസെ വഹ് മാരാ ഹുവ കോക്രോച്ച് ഉസ് ഖോൽ കോ ഡാൽനെ സെ അഭി അഭി സിന്ദ ഹോക്കർ ചൽ ദിയ. എന്താണ്? ഒരു കോക്രോച്ച്, ഒരു പാറ്റ അവിടെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? ഉസ് ഖോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊല്യൂഷൻ, എന്തോ ഒരു ലായനി കൊണ്ട് പാറ്റയുടെ പുറത്ത് ഒഴിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ചത്ത് കിടന്ന പാറ്റ സിന്ദ ഹോക്കർ, അതിന് ജീവൻ വെച്ചത് എന്ത് ചെയ്യുന്നു? അത് ഓടിപ്പോയി എന്നാണ് കൗശിക് പറയുന്നത്. അദ്ദേഹം എന്തോ പരീക്ഷണം നടത്തിയിട്ട് അത് വിജയിച്ചു. അതിൻ്റെ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിനാശ് ശങ്ക സെ ഷായത് വഹു കോക്രോച്ച് അഭി പൂരി തരഹ് മരാ നഹീ താ. അപ്പോൾ അവിനാശ് ഒരു ശങ്ക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംശയത്തോടെ, ഒരു അവിശ്വസനീയതയോടെ പറയാണ്, ഷായത് ബഹു കോക്രോച്ച് അഭി പൂരി തരഹ് മരാ നഹീ താ. ചിലപ്പോൾ ആ പാറ്റ എന്താണ്? പാറ്റയല്ലേ, ചിലപ്പോൾ അതെന്താണ് ഇതുവരെ അത് ചത്ത് കാണൂല. ചിലപ്പോൾ കുറേ നേരം, പാറ്റ അങ്ങനെയാണല്ലോ, കുറേ നേരം അങ്ങനെ കിടക്കും. നമ്മൾ എന്തെങ്കിലും കാലുകൊണ്ട് തട്ടുമ്പോൾ എന്തെങ്കിലും ഓടി അങ്ങ് പോകും. ചിലപ്പോൾ ചത്ത പാറ്റ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ കൗശിക് उसी जोश में तुम्हें पता है उसे मारे हुए 6 घंटे हो चुके थे. അപ്പോൾ കൗശിക് വീണ്ടും അതേ സന്തോഷത്തോടെ അല്ലെ എക്സൈറ്റ്മെൻറ്റോടെ പറയാണ്, തുമേ പതാ ഹേ ഉസെ മാരേ ഹുയെ 6 घंटे हो चुके थे. നിനക്ക് അറിയാമോ അവിനാശ്, ആ പാറ്റ ചത്തിട്ട് ഏകദേശം 6 മണിക്കൂറിൽ കൂടുതലായി. अविनाश माथे का पसीना पोंछते हुए बेड़ी बेढप चीज है कॉकरोच. आप उसे चप्पल से कुचल दें, संडसी से दबा दें, पहाड़ से गिरा दे, समुद्र में डुबो दे, वह थोड़ी देर में सांस लेकर फिर चल देगा. इन बातों का कोई वैज्ञानिक आधार नहीं है. അപ്പോൾ അവിനാശ് എന്ത് ചെയ്യുന്നു? അവിനാശ് മാത്തേക്ക പസീന പോച്ചതേ ഹുയെ, നെറ്റിയിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഒരു ടെൻഷൻ വന്ന് വേർപ്പൊക്കെ ആയിട്ട് ആ മാത്ത നെറ്റിയിലെ വേർപ്പൊക്കെ തുടച്ചിട്ട് പറയാണ്, ബെഡി ബേട്ടപ്പ് ചീസിയെ കോക്രോച്ച്. ഈ പാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എന്താണ് ഒരു ക്രൂക്കഡായ ഒരു ജീവിയാണ്. അതിൻ്റെ കാരണം എന്താണ് പറയുന്നത്? ആ പുസെ ചപ്പൽസെ കുജൽ ദേ, അതിനെ ചെരുപ്പ് കൊണ്ട് എന്താണ് കുജൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചവിട്ടിയാലും സെൻഡസീസെ ദബാതെ, ഒരു ചവണ അല്ലെങ്കിൽ ഒരു കൊടിൽ കൊണ്ട് എന്താണ് അതിനെ നമ്മൾ അടിച്ച് കൊല്ലാൻ നോക്കിയാലും, പഹാഡ്സെ ഗിരാതെ, പഹാഡ് എന്ന് പറഞ്ഞാൽ മൗണ്ടൻ, ഒരു വലിയൊരു പഹാഡ് പർവ്വതത്തിൽ നിന്ന് തള്ളിയിട്ടാലും, സമുദ്രമേ ഡുബോതെ, എന്താണ് കടലിലെ വെള്ളത്തിൽ കൊണ്ട് മുക്കിയാലും എന്ത് ചെയ്യും? വഹ് ധോടി ദർമേ സാസ് ലേക്കർ ഫിർ ചൽ ദേഗ. കുറച്ച് സമയത്തിനുള്ളിൽ അത് വീണ്ടും എന്താണ് ശ്വാസം എടുത്ത് വീണ്ടും അത് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഇൻ ബാത്തോങ്ക കോയി വൈജ്ഞാനിക് ആധാർ നഹി ഹെ. ഈ കാര്യങ്ങൾക്ക് എന്താണ് സയൻറ്റിഫിക്കായിട്ട് യാതൊരു ബേസും ഇല്ല. അതുകൊണ്ട് എന്താണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ കൗശിക്, തും ക്യോ നഹി മാനാ ചാഹത്തെ കി മേരെ ഹാത്ത് വഹ് നുസ്ക ആ ഗയാ ഹെ ജിസ്സെ മരാ ഹുവാ ജീവ് ഉഠെ. അപ്പോൾ ഡോക്ടർ കൗശിക് വീണ്ടും പറയുന്നത് എന്താണ്? ഇപ്പോൾ ചത്ത് കിടന്ന ഒരു പാറ്റ അല്ലെങ്കിൽ ചത്തുപോയ ജീവിയെ വീണ്ടും എന്താണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് നിനക്ക് എന്തുകൊണ്ടാണ് വിശ്വാസമാവാത്തത്? ചത്ത ജീവികളെ നമുക്ക് എന്താണ് വീണ്ടും ഇത് ഒഴിച്ചു കൊടുത്താൽ അതിന് ജീവൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് വീണ്ടും ജീവിക്കുമെന്ന് നിനക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റാത്തത്? ഡോക്ടർ കൗശിക് ഖുഷ് ഹോക്കർ കുർസി ഉठते हैं. ഹാ 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 अब मैं जितना चाहूँ यह സൊല്യൂഷൻ ബനാക്കർ നിർജീവ പ്രാണിയോങ്കോ ന്യായ ജീവൻ ദേ സക്താ ഹെ. എന്താണ് ഹ എന്ന് ചിരിച്ചിട്ട് വീണ്ടും പറയാണ്, ഇനി എനിക്ക് എത്ര വേണമെങ്കിലും എന്താണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം? ചത്തുപോയ ആൾക്കാർക്കോ അല്ലെങ്കിൽ ജീവികൾക്കോ ഒക്കെ എനിക്ക് എന്താണ് ഒരു ജീവൻ കൊടുക്കാൻ പറ്റും. അവിനാശ് സന്ദേശ്, അവിനാശ് എന്താണ് വളരെ സംശയത്തോടെ, പർ കോൺ ചാഹേഗ ആപ്ക യഹ നുസ്ക. അപ്പോൾ അവിനാശ് വീണ്ടും ചോദിക്കേണ്ടത് എന്താണ്? ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ ഇതിപ്പോൾ ആർക്കാണ് ഇതിനെപ്പറ്റി ഇത് ആവശ്യമുള്ളത്? ആർക്കാണ് ഇത് ആവശ്യം? डॉक्टर कौशिक, तुम पूछते हो कौन
मैं कहता हूँ कौन नहीं चाहेगा अविनाश, जिसके घर कोई मर जाता है वहाँ कैसे टूट जात लोग बिखर जाता है नीड। मैं पीड़ा से करहती मानवता के लिए नए जीवन का संदेश लाऊंगा. അപ്പോൾ കൗശിക് പറയുന്നത് എന്താണ്, അവിനാശിനോട് പറയണേ തും പൂച്ചത്തേക്കോ, നീയാണോ ചോദിക്കുന്നത് ആർക്കാ ഇത് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ആർക്കാ ആവശ്യമെന്ന് നീയാണോ ചോദിക്കുന്നത്. കോൺ നഹി ചാഹേഗ, ആർക്കാണിത് വേണ്ടാത്തത്. ജിസ്കെ ഘർ കോയി മർ ജാത്താ ഹേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ മരണം എന്തെങ്കിലും നടന്നാൽ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോയാൽ വഹാ കൈസേ ടൂട്ട് ജാത്ത് ലോക് ബിഹർ ജാത്താ ഹേ നീഡ്, അവിടെ എന്താണ് ആ പക്ഷിക്കൂട് അല്ലെങ്കിൽ കിളിക്കൂട് പോകുന്നത് പോലെ നശിച്ചു പോകുന്നത് പോലെയാണ് ആ കുടുംബം. പിന്നെ എന്താണ് അവരുടെ ആ ഒരു കുടുംബം ആകെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. നീഡെന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് എന്താണ് കിളിക്കൂട്. മെയിം പീഡ സെ കരാഹത്തി മാനവത കെ ലിയെ നയേ ജീവൻ കാ സന്ദേശ് ലാവുക, എന്താണ് വളരെ സങ്കടം സഹിക്കാൻ വയ്യാത്ത മനുഷ്യർക്ക് ഞാൻ എന്താണ് അവർക്കൊരു പുതുജീവൻ കൊടുക്കും, അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ പിടിയിലായ കുടുംബങ്ങൾക്ക് ഞാൻ എന്താണ് വീണ്ടും അവർക്കൊരു പുതുജീവൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കും. അതിനെനിക്ക് പറ്റുമല്ലോ എന്ന് കൗശിക് ചോദിക്കുകയാണ്. അവിനാശ് വ്യംഗ്യസേ आप मृत्यु को चुनौती देंगे, ജീവൻ ഓർ മൃത്യു തോ ചിരസത്യ ഹെ. അപ്പോൾ അവിനാശ് വളരെ വ്യംഗ്യ കളിയാക്കിക്കൊണ്ട് പറയാണ്, ആ മൃത്യുക്കോ ചുനൗത്തി ദേങ്കെ, താങ്കൾ എന്താണ് മരണത്തിന് എന്താണ് ചുനൗത്തി വെല്ലുവിളിക്കുകയാണോ. ജീവൻ ഓർ മൃത്യു തോ ചിരസത്യ ഹെ, ജീവനും എന്താണ് ജനനവും മരണവും എന്ന് പറഞ്ഞാൽ അതെന്താണ് നിത്യസത്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെല്ലാം ഉള്ള ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഡോക്ടർ കൗശിക് ജീവൻ ഹേ ലേക്കിൻ മൃത്യു നെഹി, അപ്പോൾ കൗശിക് പറയുന്നത് എന്താണ്, ജനനം ഉണ്ട് പക്ഷേ മൃത്യു നെഹി മരണമില്ല. വഹ് മെയിനെ അപ്നെ ഇസ് കോമ്പൗണ്ട് സെ സിദ്ധ് കർ ദിയ ഹെ, ഇനി മരണമില്ല എന്നുള്ളത് എന്താണ് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കണ്ടുപിടിച്ച ഒരു പുതിയ ലൈന് കൊണ്ട് എന്താണ് ഞാൻ അത് തെളിയിച്ചിട്ടുണ്ട്. പാസ് ഹി അഖ്ബാർ പഠാ ഹെ, ഡോക്ടർ കൗശിക് ഉസെ ഉഠാക്കർ പന്നെ പലട്ടെ ഹേ ഓർ 14 പൃഷ്ഠ ഖോൽക്കർ അവിനാശ് കെ ആകെ രഖ് ജാത്തെ ഹേ. അപ്പോൾ അടുത്ത് തന്നെ ന്യൂസ് പേപ്പർ കിടപ്പുണ്ട്. കൗശിക് എന്ത് ചെയ്തു, അതെടുത്തു. എന്നിട്ട് അതിൽ ഒരു പേജിൽ ഫുൾ എന്താണ് ചരമക്കോളമായിരിക്കുമല്ലോ, മരിച്ചവരുടെ ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ. അപ്പോൾ ആ പേജ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, അവിനാശിൻ്റെ ഫ്രണ്ടിലോട്ട് വച്ചു. ഡോക്ടർ കൗശിക് ഏക് ദേഖോ റോസ് കിത്നെ ഹേ ജിൻകെ ഘർ കോയി ന കോയി മർ ജാത്താ ഹേ, കോയി ബീമാരി സെ, കോയി ദുർഘടന സെ, കോയി യോ ഹി. कितने लोगों को ये रोते बिलखते छोड़ जाते हैं, इनके घर वालों द्वारा दिए शोक समाचार पढ़ कलेजा मुँह को आता है. मैं इन सबके ദുഃഖ ദൂർ കരുങ്ക. അപ്പോൾ കൗശിക് പറയണത് എന്താണിതാ, ഈ പത്രത്തിലേക്ക് നീ ഒന്ന് നോക്കാണ്, എത്ര പേരാണ് ഓരോ ദിവസവും മരിക്കുന്നത്, അവരുടെ ന്യൂസ് ഫോട്ടോയും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. കോയി ബീമാരീസെ, ചിലരെന്താണ് അസുഖങ്ങൾ വന്നിട്ടാണ്, കോയി ദുർഘടനാസെ, ചിലർ ആക്സിഡൻറ്റ് വന്നിട്ട്, കോയി യോ ഹി, ചിലരെന്താണ് ഇങ്ങനെ നിന്ന നിപ്പിൽ അങ്ങ് മരിച്ചു പോവുകയാണ്. കിത്നെ ലോകോങ്കോ ഏ രോത്തെ ബിലത്തെ ചോട് ജാത്തെ, അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ആ വീട്ടിൽ എത്ര പേര് അതിൻ്റെ പേരിൽ കരഞ്ഞും നിലവിളിച്ചൊക്കെ എന്താണ് ആ വീട്ടിൽ വിഷമിക്കുന്നുണ്ട്. ഇൻകെ ഘർവാലോ ദ്വാര ദിയേ ശോക് സമാചാർ പഡ് കലേജ മുഹുക്കോ ആത്താ ഹെ, മേ ഇൻ സബ്കെ ദുഃഖ് ദൂർ കരുങ്ക. അപ്പോൾ ഈ വീട്ടുകാർ കൊടുത്തിരിക്കുന്ന ഈ ന്യൂസ് പേപ്പറിൽ കിടക്കുന്ന ന്യൂസൊക്കെ വായിച്ചിട്ട് എനിക്ക് എന്താണ് വളരെ വിഷമം തോന്നുന്നുണ്ട്, വളരെ സങ്കടം തോന്നുന്നുണ്ട്. മേ ഇൻ സബ്കെ ദുഃഖ് ദൂർ കരുങ്ക, ഞാൻ ഇവരുടെയൊക്കെ വിഷമം എന്ത് ചെയ്യും, ഇല്ലാതാക്കി കൊടുക്കും. अविनाश के चेहरे पर मंद व्यंग्यपूर्ण मुस्कान है. डॉक्टर कौशिक अपनी बात खत्म कर मुड़ते हैं तो वह उनकी पीठ पीछे कंधे അച്ക ദേത്ത ഹേ. അപ്പോൾ അവിനാശിൻ്റെ മുഖത്ത് എന്താണ് ഇപ്പോഴും ഒരു പരിഹാസം നിറഞ്ഞ ഒരു പുഞ്ചിരിയാണ്. അപ്പോൾ കൗശിക് എന്താണ് ഈ ഒരു ഇത്രയും കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പോകുമ്പോൾ തിരിഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഒരു ഹാസ്യം നിറഞ്ഞ ഒരു രൂപത്തിൽ കൗശിക് പോയി കഴിയുമ്പോൾ അവിനാശ് എന്താണ് അദ്ദേഹത്തിൻ്റെ തോളിങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് എന്താണ് ഇതിലൊന്നും ഒരു സത്യവും ഇല്ല, അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നു. ഓർ അഗ്ലാ ദിൻ ഖടി സുബഹ് 9 ബജാ രഹി ഹെ. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുന്ന എന്താണ് ക്ലോക്കിൽ രാവിലെ എത്ര മണിയായി, 9 മണിയായി. ഡോക്ടർ കൗശിക് കെ ഹാത്ത് മേം അഖ്ബാർ ഹേ, 14 പൃഷ്ഠ പർ കൈ ജഗ വേ നിശാൻ ലഗാത്തെ ഹേ. അപ്പോൾ കൗശികിൻ്റെ കയ്യിൽ എന്താണ് ഒരു ന്യൂസ് പേപ്പർ രാവിലത്തെ ഇരിപ്പുണ്ട്, അതിലെ 4ാമത്തെ പേജിൽ പല സ്ഥലത്തും എന്താണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇൻ ജഗോം പർ കോയി ന കോയി മർ ഗയാ ഹേ ജിസ്കെ പരിവാറിനെ അഖ്ബാർ മേ ശോക സമാചാർ പ്രകാശിത് കിയാ ഹേ. അപ്പോൾ അതിൽ
കുറേ സ്ഥലങ്ങളിൽ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവരുടെ വീട്ടുകാർ കൊടുത്ത ന്യൂസാണ്. അപ്പോൾ അതെല്ലാം എന്താണ് കൗശിക് മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഡോക്ടർ കൗശിക് ദവാओं का ബ്രീഫ് കേസ് സ്കൂട്ടർ മേ രഖ്തേ ഹേ ഇസ് ബീച്ച് അവിനാശ് ഭി ആ ജാതാ ഹേ. എന്നിട്ട് കൗശിക് എന്ത് ചെയ്യുന്നു, ഈ മെഡിസിൻസും ഈ സൊല്യൂഷനൊക്കെ ഉള്ളൊരു ബ്രീഫ് കേസ് എടുത്ത് സ്കൂട്ടറിൽ വയ്ക്കുന്നു. ആ സമയം തന്നെ എന്താണ് അവിനാശും അവിടെ വരുന്നു. അപ്പോൾ നമുക്ക് ജാൻസെ പ്യാരെ എന്ന് പറയുന്ന ഈ ഒരു നാടകം എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ നിർത്താം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വളരെ സന്തോഷത്തോടെ ഈ സയൻറ്റിസ്റ്റ് ഈ കണ്ടുപിടിച്ച സൊല്യൂഷനും കൊണ്ട് എന്താ ചെയ്യാൻ പോണേ, ഇനി ലൈഫ് എങ്ങോട്ടാണ് പോകുന്നത്, പിന്നെ ഏതൊക്കെ വീട്ടിലെ ഏതൊക്കെ ആൾക്കാർക്കാണ് മരിച്ചു പോയവർക്ക് ജീവൻ കൊടുത്ത് അദ്ദേഹം തിരിച്ച് ഒരു പുതിയ ജീവിതം കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ബാക്കി നാടകത്തിൻ്റെ രസകരമായ അടുത്ത ഭാഗത്തിലേക്ക് ഇനി പുതിയൊരു ക്ലാസ്സിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് പറയുന്നത് മനസ്സിലായി അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി, ബൈ.